അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദാവാനുഭവങ്ങൾ 29. മിഷനറിമാർ എന്തുകൊണ്ടാണിങ്ങനെ? രണ്ടാം ഭാഗം. മുസ്ലിം ഭരണപ്രദേശങ്ങളിൽ നിലനിന്നിരുന്ന മതസ്വാതന്ത്ര്യത്തിനും ഇബ്രാഹീമി മതങ്ങളുടെ അനുയായികൾ തമ്മിലുണ്ടായിരുന്ന സഹിഷ്ണുതക്കുമെല്ലാം കോട്ടമുണ്ടാകുന്നത് പിന്നീട് കുരിശ് യുദ്ധങ്ങളോടുകൂടിയാണ്. ബൈസൻ്റൈൻ ചക്രവർത്തിയായിരുന്ന അലക്സിയോസ് ഒന്നാമൻ, അന്നത്തെ മാർപ്പാപ്പയായിരുന്ന പോപ്പ് അർബൻ രണ്ടാമന് മുസ്ലിം ഭരണാധികാരികളായ സെൽജൂക്ക് തുർക്കികൾക്കെതിരെ തന്നെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ട് എഴുതിയ കത്തിൽ നിന്ന് തുടങ്ങുന്നു കുരിശ് യുദ്ധങ്ങളുടെ ചരിത്രം. 1071 ആഗസ്റ്റ് 26 നടന്ന മാൻസിക്കട്ട് യുദ്ധത്തിൽ സെൽജൂക്ക് തുർക്കികൾ ബൈസൻ്റൈൻ സൈന്യത്തെ തുരത്തുകയും അനത്തോളിയ, അർമേനിയ തുടങ്ങിയ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലുള്ളതായിരുന്നു പ്രസ്തുത കത്ത്. 1095 നവംബർ 18 മുതൽ 28 വരെ ഫ്രാൻസിലെ ക്ലർമണ്ടിൽ വെച്ച് നടന്ന സഭാധ്യക്ഷന്മാരുടെ സമ്മേളനത്തിൽ 27-ാം തീയതി പോപ്പ് തന്നെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ നടത്തേണ്ട യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുകയും സദസ്സിനെ ആവേശഭരിതരാക്കി യുദ്ധത്തിന് പ്രചോദിപ്പിക്കുകയും ചെയ്തു. മാർപ്പാപ്പയുടെ പ്രസംഗത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് 1096 ആഗസ്റ്റ് 15 ഫ്രാൻസിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ഇറ്റലിയിൽ നിന്നുമായി സന്യാസിയായ പത്രോസ് അഥവാ പീറ്റർ ദ ഹെർമിറ്റിൻ്റെ നേതൃത്വത്തിൽ കോൺസ്റ്റന്റിനോപ്പിളിലേക്ക് മാർച്ച് ചെയ്ത 35,000 പേരുടെ ക്രൈസ്തവ സംഘമാണ് ആദ്യത്തെ കുരിശു പടയാളികൾ. 638 ഉമറുൽ ഫാറൂഖിൻ്റെ ഭരണകാലം മുതൽ മുസ്ലിങ്ങൾ ഭരിച്ചിരുന്ന ജെറൂസലം 1099 ജൂലൈ 15 ഫാത്തിമിയാക്കളുടെ കൈകളിൽ നിന്ന് കുരിശു യോദ്ധാക്കൾ പിടിച്ചടക്കിയതാണ് അവരുടെ ആദ്യത്തെ വിജയം. നഗരത്തിലെ പകുതിയിലധികം പേരെയും കൊന്നൊടുക്കിക്കൊണ്ടായിരുന്നു കുരിശു പടയാളികൾ ജെറൂസലം പിടിച്ചടക്കിയത്. കൊല്ലപ്പെട്ട 70,000 പേരിൽ മുസ്ലിങ്ങളും ജൂതന്മാരും ക്രിസ്ത്യാനികളും ഉണ്ടായിരുന്നു. സിനഗോഗുകൾക്കകത്ത് ജൂതന്മാരെ പൂട്ടിയിട്ട് അവർ അവക്ക് തീ വെച്ചു. തലകളുടെയും കൈകളുടെയും കാലുകളുടെയും കൂമ്പാരങ്ങളായിരുന്നു എല്ലായിടത്തും. ഞെരിയാണി വരെ മുങ്ങുന്ന രക്തപ്പുഴയിലൂടെ നീന്തിയാണ് തങ്ങൾ പടവെട്ടിയതെന്നാണ് പിൽക്കാലത്ത് അവർ സ്വയം പുകഴ്ത്തിയത്. സ്ത്രീകളെയും കുട്ടികളെയും അടക്കം ബന്ദികളാക്കിയവരെ കൊല്ലുകയോ അടിമകളാക്കുകയോ ആണ് അവർ ചെയ്തത്. ഒന്നിനു ശേഷം ഒന്നായി 9 കുരിശു യുദ്ധങ്ങളുണ്ടായി. പല മുസ്ലിം ഭരണപ്രദേശങ്ങളും കുരിശു പടയാളികൾ പിടിച്ചെടുത്തു. ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട, ശവശരീരങ്ങൾ വികൃതമാക്കപ്പെട്ട, ആയിരങ്ങളെ അടിമകളാക്കി തീർത്ത, നിയമങ്ങളോ നീതിയോ ധാർമ്മികതയോ ഇല്ലാത്ത കാടൻ യുദ്ധങ്ങളെയാണോ ക്രൈസ്തവ ചരിത്രകാരന്മാർ വിശുദ്ധ യുദ്ധങ്ങളായി വാഴ്ത്തുന്നതെന്ന് എ ഹിസ്റ്ററി ഓഫ് ദ ക്രൂസൈഡ്സ് എന്ന ബൃഹത് ഗ്രന്ഥത്തിൻ്റെ 3 വാല്യങ്ങളിലായി സ്റ്റീവൻ റൂസിമാൻ വരച്ചു കാണിക്കുന്ന സംഭവങ്ങൾ വായിച്ചാൽ ആരും ആശ്ചര്യപ്പെട്ടു പോകും. ഈ യുദ്ധങ്ങളെ ചൂണ്ടി ദൈവത്തിൻ്റെ പേരിലും സഭയുടെ പേരിലും നടന്ന വെറുപ്പ്, അതിക്രമങ്ങൾ, യുദ്ധങ്ങൾ എന്നിവ ഞങ്ങളെ ഏറെ ദുഃഖിതരാക്കുന്നു എന്ന് ഒരു സഹസ്രാബ്ദം കഴിഞ്ഞ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പക്ക് ക്ഷമായാചനം നടത്തേണ്ടി വന്നതിൽ നിന്ന് തന്നെ എത്രത്തോളം ക്രൂരമായിരുന്നു അന്നത്തെ നടപടികളെന്ന് മനസ്സിലാക്കാനാവും. 2000 മാർച്ച് 12 വത്തിക്കാൻ സിറ്റിയിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ നടന്ന പൊതുപ്രഭാഷണത്തിലാണ് പോപ്പ് ക്ഷമായാചനം നടത്തിയത്. കുരിശുപടയുടെ അതിക്രമങ്ങൾക്ക് മുന്നിൽ പകച്ചു നിന്നുപോയ മുസ്ലിങ്ങൾ ഉയിർത്തെഴുന്നേൽക്കാൻ തുടങ്ങിയത് ഇമാദുദ്ദീൻ സംഘിയുടെ പോരാട്ടങ്ങളോടെയാണ്. 1128 സിറിയയിലെ അലപ്പോ പിടിച്ചടക്കുന്നതോടെയാണ് ഇമാമുദ്ദീൻ സംഘിയുടെ പടയോട്ടം ശ്രദ്ധിക്കപ്പെടുന്നത്. 1144 റഹ, സറൂജ, അൽബീറ, എഡസ്സ കൗണ്ടി തുടങ്ങിയവ കൂടി അദ്ദേഹം പിടിച്ചെടുത്തു. കുരിശുപടയാളികൾ അദ്ദേഹത്തെ ചതിച്ചു കൊന്നതോടെ 1146 ഭരണമേറ്റെടുത്ത മകൻ നൂറുദ്ദീൻ സംഘി പിതാവിനേക്കാൾ ശക്തനായ പോരാളിയായിരുന്നു. സംഘി സാമ്രാജ്യം കുരിശുപടയാളികൾക്ക് വെല്ലുവിളിയായപ്പോഴാണ് യൂജിസ്നീനിയൻ മൂന്നാമൻ മാർപ്പാപ്പയുടെ 2ാം കുരിശു യുദ്ധത്തിനുള്ള ആഹ്വാനമുണ്ടാകുന്നത്. ജർമ്മൻ ചക്രവർത്തി കോൺറാഡ് മൂന്നാമനും ഫ്രഞ്ച് രാജാവ് ലൂയി 7-ാമനും 90,000 ഭടന്മാരുമായി 1147 സിറിയയിലേക്ക് പുറപ്പെട്ടുവെങ്കിലും 2 വർഷങ്ങൾ നീണ്ട യുദ്ധങ്ങൾക്ക് ശേഷം നാണം കെട്ട പരാജയങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് തിരിച്ചുപോയത്. നീണ്ട 2 നൂറ്റാണ്ടുകാലത്തെ കുരിശു യോദ്ധാക്കളുടെ ദുർഭരണത്തിൽ നിന്ന് മസ്ജിദുൽ അഖ്സയെയും ജെറൂസലേമിനെയും മോചിപ്പിച്ചത് സലാഹുദ്ദീൻ അയ്യൂബിയുടെ കീഴിലുള്ള മുസ്ലിം പടയാളികളായിരുന്നു. 1187 ജൂലൈ 4 ശനിയാഴ്ച നടന്ന ഹത്തീൻ യുദ്ധത്തിൽ കുരിശു പടയാളികൾ പരാജയപ്പെടുകയും ജെറൂസലേമിൻ്റെ അധികാരം സലാഹുദ്ദീൻ്റെ കൈകളിൽ വന്നു ചേരുകയും ചെയ്തു. പോപ്പ് അർബൻ മൂന്നാമൻ മാർപ്പാപ്പക്ക് ഹൃദയാഘാതമുണ്ടാകാൻ മാത്രം അസഹനീയമായിരുന്നു
ചർച്ചിനെ സംബന്ധിച്ചിടത്തോളം ഈ പരാജയം. ജെറൂസലേമിൻ്റെ നഷ്ടം ക്രൈസ്തവതയുടെ പാപങ്ങൾക്കുള്ള ശിക്ഷയാണെന്നും അത് തിരിച്ചുപിടിച്ചാൽ മാത്രമേ പ്രസ്തുത പാപങ്ങൾക്ക് പരിഹാരമാവുകയുള്ളൂ എന്നും പ്രഖ്യാപിച്ചുകൊണ്ട് മൂന്നാം കുരിശു യുദ്ധത്തിന് പ്രചോദനം നൽകിയത് സ്ഥാനമേറ്റെടുത്ത പുതിയ മാർപ്പാപ്പ പോപ്പ് ഗ്രിഗറി എട്ടാമനായിരുന്നു. പരസ്പരം യുദ്ധത്തിലായിരുന്ന ഇംഗ്ലണ്ടും ഫ്രാൻസും വൈര്യങ്ങൾ വെടിഞ്ഞ് ഐക്യപ്പെടാനും സലാഹുദ്ദീനെതിരെ ഒരുമിച്ച് പോരാടി ജെറൂസലം വീണ്ടെടുക്കാനും വേണ്ടി നടത്തിയതാണ് മൂന്നാം കുരിശുയുദ്ധം. സലാദീൻ നികുതി അഥവാ സലാദീൻ ടിത്ത് എന്ന പേരിൽ രണ്ടു നാട്ടിലുമുള്ള പൗരന്മാരിൽ നിന്ന് ചുങ്കം പിരിച്ച് യുദ്ധത്തിനുള്ള സമ്പത്ത് സമാഹരിച്ചു. സിംഹഹൃദയനായ റിച്ചാർഡ് അഥവാ റിച്ചാർഡ് ദ ലയൺ ഹേർട്ടഡ് എന്നറിയപ്പെട്ട റിച്ചാർഡ് ഒന്നാമൻ്റെയും ഫിലിപ്പ് രണ്ടാമൻ്റെയും നേതൃത്വത്തിലുള്ള കുരിശു യോദ്ധാക്കളുടെ സൈന്യം 1191 സെപ്റ്റംബർ 7 ജെറൂസലം പിടിച്ചടക്കുകയെന്ന ലക്ഷ്യത്തോടെ ഫലസ്തീനിലുള്ള അർസൂഫിൽ വെച്ച് സലാഹുദ്ദീനോട് ഏറ്റുമുട്ടിയെങ്കിലും അവർക്ക് ലക്ഷ്യം നേടാൻ കഴിഞ്ഞില്ല. നിരന്തരമായി നടന്ന യുദ്ധങ്ങൾക്ക് വിരാമമുണ്ടായത് 1192 സെപ്റ്റംബർ 2 സലാഹുദ്ദീനും റിച്ചാർഡും തമ്മിലുണ്ടാക്കിയ സന്ധിയോടുകൂടിയാണ്. ജെറൂസലേം മുസ്ലിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കുമെന്നും എന്നാൽ നിരായുധരായ ക്രൈസ്തവരെ അവിടെയുള്ള ക്രിസ്ത്യൻ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അനുവദിക്കണമെന്നുമായിരുന്നു കരാർ. പിന്നീടും കുരിശുയുദ്ധങ്ങൾ നടന്നു. 1270 ടുണീസിയക്കെതിരെ ഫ്രാൻസിലെ ലൂയി 9 രാജാവ് നയിച്ച 8ാം കുരിശുയുദ്ധവും 1271 ഇംഗ്ലണ്ടിലെ പ്രിൻസ് എഡ്വേർഡ് നേതൃത്വം നൽകിയ 9ാം ക്രൂസേഡും ദയനീയമായി പരാജയപ്പെടുകയും 1291 മെയ് 28 മംലൂക്ക് സുൽത്താനായിരുന്ന അൽ അഷ്റഫ് ഖലീൽ ഫലസ്തീനിലെ ആക്രയ നഗരം പിടിച്ചടക്കുകയും ചെയ്തതോടെ വിശുദ്ധ നാടുകളുടെ സംരക്ഷണം എന്ന പേരിൽ മധ്യപൂർവ്വദേശത്ത് അധീശത്വം നിലനിർത്താമെന്ന യൂറോപ്പിൻ്റെ സ്വപ്നം പൊലിഞ്ഞു. നിയമങ്ങളോ നീതിയോ ധാർമ്മികതയോ ഇല്ലാത്ത കാടൻ യുദ്ധങ്ങൾ മാത്രം നയിച്ച് പരിചയമുള്ള യൂറോപ്യരെ മാനവികമായി എങ്ങനെ യുദ്ധം ചെയ്യാമെന്ന് പഠിപ്പിച്ചുവെന്നതാണ് കുരിശുയുദ്ധങ്ങൾ കൊണ്ടുണ്ടായ നേട്ടം. ഹിത്യൻ യുദ്ധത്തിൽ ബന്ധനസ്ഥനായ ഗെയ് രാജാവിനെയും സഹോദരനായ അമാൽറിക് രണ്ടാമനെയും തൻ്റെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്ന് ആദരിക്കുകയും അവർക്ക് തണുത്ത ജലവും മറ്റും നൽകി സൽക്കരിക്കുകയും മാന്യമായി പെരുമാറുകയും ചെയ്ത് യുദ്ധബന്ദികളോടുള്ള ഇസ്ലാമിൻ്റെ സമീപനം എന്താണെന്ന് പ്രായോഗികമായി കാണിച്ചു കൊടുക്കുകയായിരുന്നു സലാഹുദ്ദീൻ. പക്ഷേ പലതവണ സന്ധി ലംഘിക്കുകയും തീർത്ഥാടകരടക്കമുള്ളവരെ കൊള്ളയടിച്ചു കൊല്ലുവാൻ നേതൃത്വം നൽകുകയും ചെയ്ത റൊണാൾഡിനോട് അദ്ദേഹം കരുണ കാണിച്ചില്ല. സ്വന്തം വാളുകൊണ്ട് തന്നെ അയ്യൂബി അയാളെ വധിച്ചു. കരുണക്കായി യാചിച്ച ഗെയ് രാജാവിനെ ആശ്വസിപ്പിക്കുകയും സംരക്ഷണം നൽകുകയും ചെയ്ത അദ്ദേഹം മറ്റു 2 കുടുംബക്കാരോടൊപ്പം അടുത്ത വർഷം തന്നെ മോചിപ്പിക്കുകയാണ് ചെയ്തത്. ഭാര്യയായിരുന്ന സിബില്ലയെ സുരക്ഷിതമായി നെബ്ലൂസിലെത്തിച്ച് ഭർത്താവിനോടൊപ്പം കഴിയാനുള്ള അവസരമുണ്ടാക്കുക കൂടി ചെയ്തു സലാഹുദ്ദീൻ. ജെറൂസലേമിനെ താരതമ്യേന രക്തരഹിതമായാണ് കുടിച്ചുപടയിൽ നിന്ന് സലാഹുദ്ദീൻ മോചിപ്പിച്ചത്. അവരുമായി ഉണ്ടാക്കിയ ഉടമ്പടി പ്രകാരം കീഴടങ്ങിയ കുരിശുപടയാളികളോട് പ്രതികാര നടപടികളൊന്നും സലാഹുദ്ദീൻ സ്വീകരിച്ചില്ല. 30,000 ദിനാർ മാത്രം മോചനദ്രവ്യം വാങ്ങി മുസ്ലിങ്ങളുടെ ബന്ധനത്തിലായിരുന്ന 7,000 പേരെ സ്വതന്ത്രരാക്കി. മറ്റുള്ളവർക്കുള്ള മോചനമൂല്യം ഓരോരുത്തർക്കും 10 ദീനാർ വീതമായിരുന്നു. അത് നൽകാനാവാത്തവരെയും വൃദ്ധന്മാരെയും ഉപാധികളൊന്നുമില്ലാതെ വെറുതെ വിടുകയാണ് അദ്ദേഹം ചെയ്തത്. യൂറോപ്യൻ കത്തോലിക്കരായ കുരിശുപടയാളികൾക്ക് അവരവരുടെ നാടുകളിലേക്ക് പോകാനും സ്വദേശീയരായ ഓർത്തഡോക്സ് വിഭാഗത്തിനും ജൂതർക്കും മുസ്ലിങ്ങൾക്കും ജെറൂസലേം നഗരത്തിൽ താമസിക്കുവാനുമുള്ള അനുമതിയും നൽകി. യുദ്ധം ജയിച്ച ബാലിയൻ രാജാവിനെയും രാജ്ഞിമാരായിരുന്ന മരിയയെയും സിബില്ലയെയുമെല്ലാം സുരക്ഷിത സ്ഥാനങ്ങളിലെത്തിക്കുവാനാണ് അദ്ദേഹം കൽപ്പിച്ചത്. മസ്ജിദുൽ അഖ്സ തിരിച്ചു പിടിക്കാനായി നടന്ന 3ാം കുരിശുയുദ്ധത്തിലെ പരാജിതരോടും മാന്യമായി പെരുമാറി സലാഹുദ്ദീൻ യൂറോപ്യർക്ക് യുദ്ധമര്യാദകൾ എന്താണെന്ന് പഠിപ്പിച്ചു. യുദ്ധരംഗത്തായിരിക്കുമ്പോൾ പോലും ശത്രുവിൻ്റെ മാനുഷികമായ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുവാൻ അദ്ദേഹം സന്നദ്ധനായി. റിച്ചാർഡിന് പനി പിടിച്ചപ്പോൾ തൻ്റെ വൈദ്യനയച്ച് ചികിത്സിക്കുകയും മരുന്നു നൽകുകയും നല്ല പഴങ്ങളും ശുദ്ധമായ തണുത്ത ജലവും കൊടുത്തയക്കുകയും ചെയ്തത് സലാഹുദ്ദീനായിരുന്നു. യുദ്ധത്തിനിടയിൽ റിച്ചാർഡിന് കുതിര നഷ്ടപ്പെട്ടപ്പോൾ പകരം 2 കുതിരകളെ നൽകിയതും അദ്ദേഹം തന്നെ. അതുകൊണ്ട് തന്നെ കുരിശു യോദ്ധാക്കൾക്കിടയിൽ പോലും സലാഹുദ്ദീൻ നായകനായി തീർന്നു. തൻ്റെ സഹോദരിയും സിസിലിയിലെ രാജ്ഞിയുമായ ജോനിനെ സലാഹുദ്ദീൻ്റെ സഹോദരന് വിവാഹം ചെയ്തു കൊടുക്കുവാൻ സന്നദ്ധമാണെന്ന് അറിയിച്ചുകൊണ്ടാണ് അദ്ദേഹം ജെറൂസലേം വിട്ടത്. കുരിശു യുദ്ധങ്ങളിലുണ്ടായ നാണം കെട്ട തോൽവികൾക്ക് ശേഷമാണ് മുസ്ലിങ്ങളെ
യൂറോപ്പിൽ നിന്ന് നിഷ്കാസനം ചെയ്യണമെന്ന ചിന്ത സജീവമാക്കുന്നത്. റോമാ സാമ്രാജ്യം തകരുകയും ബാർബേറിയന്മാരുടെ ഭരണത്തിന് കീഴിൽ വിദ്യാഭ്യാസവും ശാസ്ത്രവും സാംസ്കാരിക പൈതൃകവും വാണിജ്യവും രാഷ്ട്രീയ സംവിധാനങ്ങളും തകരുകയും മൂഢവിശ്വാസങ്ങളും ദാരിദ്ര്യവും സമൂഹത്തെ പിടിച്ചുകുലുക്കുകയും ചെയ്ത 6-7 നൂറ്റാണ്ടുകളിലെ ഇരുണ്ട യൂറോപ്പ് പിന്നീട് ഉയർത്തെഴുന്നേൽക്കാൻ തുടങ്ങുന്നത് 711 താരിഖ് ബിൻ സിയാദിന്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം സൈന്യം സ്പെയിൻ കീഴടക്കിയതോടെയാണ്. അമവിയ ഖലീഫയായിരുന്ന വലീദ് ഒന്നാമന്റെ ഗവർണറായിരുന്ന മൂസ ബിൻ നുസൈറിന്റെ നേതൃത്വത്തിൽ ആഫ്രിക്കയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കീഴടക്കിയതോടെ മുസ്ലിം സൈന്യത്തിന്റെ ഭാഗമായി തീർന്ന ഉത്തരാഫ്രിക്കയിലെ സ്വദേശി ഗോത്രജന വിഭാഗമായ ബെർബറുകളും അറബികളും ഉൾപ്പെടുന്ന മവറിഷ് സൈന്യം ജിബ്രാൾട്ടർ കടലിടുക്കിൽ കടന്ന് വിസിഗോത്ത് രാജവംശത്തെ പരാജയപ്പെടുത്തുന്നതോടെ ആരംഭിക്കുന്നതാണ് യൂറോപ്പിലെ ഇസ്ലാമിന്റെ ചരിത്രം. സ്പെയിനിലെയും പോർച്ചുഗലിലെയും ഒരു വലിയ ഭാഗം ഒരുമിച്ച് ചേർന്ന് അൽ അന്തലൂസ് എന്ന പേരിൽ ലോകത്തിന് തന്നെ മാതൃകയായി തീർന്ന സാംസ്കാരിക കേന്ദ്രമാകുന്നതിലേക്കാണ് ഇത് നയിച്ചത്. അന്തലൂസിലെ കോർദോവ, ഗ്രാനഡ, സെവില്ല തുടങ്ങിയ നഗരങ്ങൾ ജ്ഞാനത്തിന്റെ കേന്ദ്രങ്ങളായി. അവിടെ നിന്ന് ഉയർന്നു വന്ന വിജ്ഞാനികളുടെ ഗണിതശാസ്ത്രം, ജ്യോതിശാസ്ത്രം, വൈദ്യശാസ്ത്രം, തത്വചിന്ത എന്നിവയിലെ സംഭാവനകൾ യൂറോപ്പിന്റെ നവോത്ഥാനത്തിന് അടിത്തറയായി. ഗ്രീക്ക്, റോമൻ, ഇന്ത്യൻ പൈതൃകങ്ങളിലുള്ള ഗ്രന്ഥങ്ങൾ അറബിയിലേക്കും ലാറ്റിനിലേക്കും വിവർത്തനം ചെയ്തത് ശാസ്ത്രരംഗത്തെ കുതിച്ചുചാട്ടത്തിന് നിമിത്തമായി. ഇന്ത്യയും ആഫ്രിക്കയുമടക്കം വ്യത്യസ്ത ദിക്കുകളിൽ നിന്നുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ, വസ്ത്രങ്ങൾ, സ്വർണം തുടങ്ങിയവ യൂറോപ്പിലേക്കും ഇരുമ്പും പട്ടുമെല്ലാം തിരിച്ചും കൊണ്ടുപോവുക വഴി ആഫ്രിക്ക, ഏഷ്യ, മധ്യപൗരസ്ത്യ ദേശങ്ങൾ എന്നിവയുമായുള്ള വ്യാപാര ബന്ധങ്ങൾ ശക്തി പ്രാപിച്ചു. മതവിശ്വാസികൾക്ക് എങ്ങനെ സഹിഷ്ണുതയോടെയും സഹവർത്തിത്വത്തോടെയും ജീവിക്കാമെന്ന് അത് പ്രായോഗികമായി പഠിപ്പിച്ചു. മുസ്ലിങ്ങൾക്ക് കീഴെയായിരുന്നപ്പോൾ യൂറോപ്പിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ജീവിച്ച ജൂതന്മാരും ക്രൈസ്തവരുമെല്ലാം സമ്പൂർണമായ മതസ്വാതന്ത്ര്യം അനുഭവിച്ചു. 3 മതവിഭാഗങ്ങളും ചേർന്ന് സ്ഥാപിക്കുകയും 3 സംസ്കാരങ്ങളുടെയും പ്രതീകങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന 1238 മുഹമ്മദ് ബിൻ യൂസുഫ് ബിൻ നസറിന്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ട ഗ്രാനഡയിലെ അൽഹംബ്ര കൊട്ടാരത്തെ അക്കാലത്തെ സഹവർത്തിത്വത്തിന്റെ പ്രതീകമായാണ് ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്. സ്പെയിനും പോർച്ചുഗലും ഉൾപ്പെടുന്ന ഐബീരിയൻ ദ്വീപിനെ മുസ്ലിങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി സഭയുടെ കാർമ്മികത്വത്തിൽ നടന്ന റിക്കോൻകിസ്റ്റ എന്നറിയപ്പെടുന്ന യുദ്ധപരമ്പരയുടെ തുടക്കം കുരിശുയുദ്ധങ്ങൾക്ക് ശേഷമല്ലെങ്കിലും അത് സജീവമായത് അവയിലെ പരാജയങ്ങൾക്ക് ശേഷമാണ്. 718 കോവാഡോങ്ക യുദ്ധത്തിൽ ആസ്റ്റൂറിയസ് രാജാവായ പെലായോ തൻ്റെ രാജ്യം തിരിച്ചു പിടിക്കുന്നതോടെയാണ് 7 നൂറ്റാണ്ടുകൾ നീണ്ട റിക്കോൻകിസ്റ്റ ആരംഭിക്കുന്നത് എന്ന് പറയാമെങ്കിലും ആദ്യകാലത്തെല്ലാം അവ തങ്ങളുടെ രാജ്യങ്ങൾ പിടിച്ചടക്കാൻ വേണ്ടിയുള്ള രാജാക്കന്മാരുടെ യുദ്ധങ്ങൾ മാത്രമായിരുന്നു. കുരിശു യുദ്ധങ്ങൾക്ക് ശേഷമുണ്ടായ യുദ്ധങ്ങൾ അങ്ങനെയായിരുന്നില്ല. സ്പെയിനിലെ അരഗോൺ, കാസ്റ്റീൽ രാജ്യങ്ങൾ ഒന്നിപ്പിച്ചുകൊണ്ട് 1469 വിവാഹിതരായ അവയുടെ ചക്രവർത്തിമാർ ഫെർഡിനാൻഡ് രണ്ടാമനും ഇസബെല്ല ഒന്നാമനും കൂടി നടത്തിയ റിക്കോൻകിസ്റ്റ ഇസ്ലാമിക സാമ്രാജ്യത്തെ മാത്രമല്ല മുസ്ലിം സമൂഹത്തെ തന്നെ യൂറോപ്പിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്നതിലാണ് കലാശിച്ചത്. മുസ്ലിം കേന്ദ്രമായിരുന്ന ഗ്രാനഡ ക്രിസ്ത്യൻ സൈന്യം കീഴടക്കിയതോടെയാണ് യൂറോപ്പിൽ ഇസ്ലാമിൻ്റെ സാന്നിധ്യം തീരെ ഇല്ലാതെയായത്. സ്പെയിനിലെ സാധാരണക്കാരെ കൊന്നൊടുക്കിക്കൊണ്ട് മുന്നേറുന്ന ഫെർഡിനാൻഡിൻ്റെയും ഇസബെല്ലയുടെയും സൈന്യത്തിന് മുന്നിൽ അടിപതറിയപ്പോൾ കൂടുതൽ ആൾനാശമുണ്ടാക്കരുത് എന്ന് കരുതി കീഴടങ്ങുകയാണ് അന്നത്തെ നസ്രിദ് ഭരണാധികാരിയായ സുൽത്താൻ ബൊഅബ്ദലിൻ്റെ സൈന്യം ചെയ്തത്. 1491 ഡിസംബർ 25 ഒപ്പുവെക്കുകയും 1492 ജനുവരി 1 പ്രാബല്യത്തിൽ വരികയും ചെയ്ത ഗ്രാനഡ ഉടമ്പടി എന്നറിയപ്പെട്ട കരാറിൻ്റെ അടിസ്ഥാനത്തിലുള്ളതായിരുന്നു ഈ പിന്മാറ്റം. ഗ്രാനഡയിലെ മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിക മതാചാരങ്ങൾ തുടരാനുള്ള പൂർണ്ണ അവകാശവും മസ്ജിദുകൾ, മദ്രസകൾ, ഇസ്ലാമിക അധ്യാപനങ്ങൾ എന്നിവയും സ്വത്തുവകകൾ, വീട്, വ്യവസായങ്ങൾ എന്നിവയും സംരക്ഷിക്കുവാനുള്ള ഉറപ്പ് നൽകുന്നതായിരുന്നു ഉടമ്പടി. ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ പൈതൃക സ്വത്ത് കൈവശം വെക്കാൻ മുസ്ലിങ്ങൾ അനുവദിക്കുകയും ഗ്രാനഡയ്ക്ക് പുറത്തുള്ള മൗറിഷ് മുസ്ലിങ്ങൾക്ക് തിരിച്ചു വരാൻ അനുമതി നൽകുകയും മുസ്ലിങ്ങളുടെ ഭൗതിക സുരക്ഷയും സമാധാനപരമായ ജീവിതവും ഉറപ്പാക്കുകയും ക്രിസ്ത്യൻ സൈന്യത്തിൻ്റെ കടന്നാക്രമണങ്ങൾ ഉണ്ടാവില്ലെന്ന വാഗ്ദാനം ഉൾക്കൊള്ളുകയും ചെയ്യുന്ന കൃത്യമായ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം സൈന്യം ഗ്രാനഡയിൽ നിന്ന് പിന്മാറുന്നത്. സ്പെയിൻ കത്തോലിക്ക രാഷ്ട്രമായി തീർന്നത്, ആദ്യം വിനയായി തീർന്നത് അവിടെയുണ്ടായിരുന്ന ജൂതന്മാർക്കാണ്. 1492 മാർച്ച് 31 പുറപ്പെടുവിച്ച നിഷ്കാസനത്തിനുള്ള രാജശാസനയിൽ കൽപ്പിച്ചത് ജൂതന്മാരെല്ലാവരും
4 മാസങ്ങൾക്കുള്ളിൽ രാജ്യം വിടുകയോ അല്ലെങ്കിൽ ക്രിസ്തുമതം സ്വീകരിക്കുകയോ ചെയ്യണമെന്നായിരുന്നു. ഇതോടനുബന്ധിച്ച് 2 ലക്ഷത്തിലധികം ജൂതന്മാർ സ്പെയിൻ വിട്ടുപോവുകയും ഉസ്മാനിയ സാമ്രാജ്യത്തിലെ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് കുടിയേറുകയും ചെയ്തു. അന്നത്തെ ഉസ്മാനിയ ഭരണാധികാരിയായിരുന്ന സുൽത്താൻ ബൈസീദ് രണ്ടാമൻ തൻ്റെ നാവിക ഓഫീസറായിരുന്ന കമാൽ റൈസിൻ്റെ നേതൃത്വത്തിൽ ഒരു നാവിക വിഭാഗത്തെ തന്നെ അവരെ രക്ഷിച്ചു കൊണ്ടുപോകാനായി ഏർപ്പെടുത്തുകയും തൻ്റെ സാമ്രാജ്യത്തിലെവിടെയും സ്വതന്ത്ര പൗരന്മാരായി ജീവിക്കുവാനുള്ള അവകാശം നൽകുകയും ചെയ്തതിനാലാണ് ജൂതന്മാർക്ക് ഇതിന് സാധിച്ചത്. പലായനം ചെയ്യാതെ സ്പെയിനിൽ തന്നെ ജീവിച്ച ജൂതന്മാരെയെല്ലാം നിർബന്ധിതമായി ക്രിസ്തുമതത്തിൽ ചേർക്കുകയും ക്രിസ്ത്യൻ ആചാരങ്ങൾ അനുഷ്ഠിക്കുവാൻ നിർബന്ധിക്കുകയും ചെയ്തു. ഇങ്ങനെ മതം മാറിയ കോൺവേഴ്സേഴ്സ് എന്നറിയപ്പെട്ട ജൂതന്മാർക്കും രക്ഷയുണ്ടായിരുന്നില്ല. മറച്ചുപിടിച്ച ക്രിസ്ത്യാനികൾ എന്നാണ് ഈ പ്രയോഗം അർത്ഥമാക്കിയത്. അവരുടെ ക്രിസ്തീയതയിൽ സംശയിച്ചുകൊണ്ട് ഭരണകൂടവും സഭയും അവരെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ജാതി ശുദ്ധത പ്രകാരം അവരെ പൂർണ്ണ കുടുംബശുദ്ധിയില്ലാത്ത ക്രിസ്ത്യാനികളായി കണക്കാക്കുകയും അവരും മറ്റു ക്രിസ്ത്യാനികളും തമ്മിലുള്ള വിവാഹബന്ധം വിലക്കുകയും ചെയ്തു. ഉന്നത ജോലികളും സർക്കാർ പദവികളും അവർക്ക് നിഷേധിക്കപ്പെട്ടു. സാബത്ത് അനുഷ്ഠിക്കുകയോ ജൂതരീതിയിൽ ഭക്ഷണമുണ്ടാക്കുകയോ ജൂതാരാധനകൾ നടത്തുകയോ ചെയ്തതായി മനസ്സിലായാൽ കഠിനമായ ശിക്ഷകൾക്ക് അവരെ വിധേയമാക്കി. രഹസ്യമായി ജീവിതം നയിക്കാൻ ശ്രമിച്ച മറോനോസ്കളെ കണ്ടെത്തിയാൽ സ്പാനിഷ് ഇൻക്വിസിഷൻ കോടതികൾ വിധിച്ചിരുന്നത് മരണമടക്കമുള്ള ശിക്ഷകളായിരുന്നു. കടുവിലേറ്റിയോ ജീവനോടെ കത്തിച്ചോ ആയിരുന്നു മരണശിക്ഷ. കത്തോലിക്ക രാജാക്കന്മാർ ആദ്യമെല്ലാം ഗ്രാനഡ ഉടമ്പടിയിലെ മുസ്ലിങ്ങളുമായുള്ള വ്യവസ്ഥകൾ നടപ്പിലാക്കി മുസ്ലിങ്ങളെ പ്രകോപിതരാക്കാതിരിക്കാൻ ശ്രമിച്ചുവെങ്കിലും പിന്നീട് സ്ഥിതി മാറി. 1499 സ്ഥാനമേറ്റ കർദിനാൾ ഫ്രാൻസിസ്കോ ജിംനോസ് ഡി സിസ്നേറോസ് എല്ലാ കരാർ വ്യവസ്ഥകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് മുസ്ലിങ്ങളെ നിർബന്ധിച്ച് മതപരിവർത്തനം ചെയ്യാൻ തുടങ്ങി. ഒറ്റ ദിവസം കൊണ്ട് 3000 മുസ്ലിങ്ങളെ മതപരിവർത്തനം ചെയ്യിച്ചതായി അവകാശപ്പെട്ട അദ്ദേഹത്തിൻ്റെ നടപടികളിൽ രോഷാകുലരായവർ ചേർന്ന് ആ വർഷം ഡിസംബറിൽ തന്നെ അദ്ദേഹത്തിനെതിരെ കലാപമുണ്ടാക്കി. മുസ്ലിം മേഖലയായ അൽ ബൈസിനിലെ ജനങ്ങളെയെല്ലാം കലാപത്തിൻ്റെ പേരിൽ മതപരിവർത്തനം ചെയ്യിക്കാനാണ് ഈ അവസരം ഉപയോഗിക്കപ്പെട്ടത്. ഗ്രാനഡയിലെ മുഴുവൻ മുസ്ലിങ്ങളെയും നിർബന്ധിച്ച് മാമോദീസ മുക്കി ക്രിസ്ത്യാനികളാക്കി തീർത്തു. കത്തോലിക്കരായി മാറുകയോ നാടുകടത്തപ്പെടുകയോ അല്ലാതെ മാർഗങ്ങളൊന്നുമില്ലാതെയായപ്പോൾ മുസ്ലിങ്ങളിൽ ചിലർ വിശ്വാസം മുന്നിലൊതുക്കി ക്രിസ്ത്യാനികളായി അഭിനയിച്ചുവെങ്കിലും അവർക്കും രക്ഷയുണ്ടായില്ല. മൊറിസ്കോകൾ എന്നറിയപ്പെട്ട അവർ രാജ്യത്ത് 2ാം കിട പൗരന്മാരായാണ് പരിഗണിക്കപ്പെട്ടത്. അവർക്ക് ആയുധം കൈവശം വെക്കാനോ അറബി ഭാഷ ഉപയോഗിക്കാനോ കത്തോലിക്ക ആചാരങ്ങളല്ലാതെ യാതൊന്നും പാലിക്കാനോ അനുവാദമില്ലാതിരുന്നു. അവരെ പന്നിമാംസം കഴിപ്പിച്ചും ഖുർആനിനെ പരസ്യമായി അപമാനിക്കാൻ നിർബന്ധിച്ചും പീഡിപ്പിച്ചുകൊണ്ടിരുന്നുവെങ്കിലും അവർ പ്രതികരിക്കാതെ കഴിയുകയാണ് ചെയ്തത്. അറബി ഭാഷയും ഇസ്ലാമിക വസ്ത്രധാരണ രീതികളും വിവാഹ ചടങ്ങുകളും പെരുന്നാൾ ആഘോഷങ്ങളുമെല്ലാം നിരോധിച്ചുകൊണ്ട് 1567 പൂർണ്ണമായ അർത്ഥത്തിൽ മൊറിസ്കോകളെ ക്രൈസ്തവവൽക്കരിക്കാനുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയതോടെ അതുവരെ എല്ലാം ക്ഷമിച്ച് സഹിച്ചിരുന്ന മൊറിസ്കോകൾ പ്രതികരിക്കാൻ തുടങ്ങി. ഈ നിയമങ്ങൾക്കെതിരെ മൊറിസ്കോ നേതാവ് ഫെർണാണ്ടോ ഡി വലോറയുടെ നേതൃത്വത്തിൽ ഗ്രാനഡയിലെ അൽ പുജാറസ് പർവ്വതനിരകളിൽ നിന്ന് 1568 ആരംഭിച്ച കലാപം ഡോൺ ജോൺ ഓഫ് ഓസ്ട്രിയയുടെ നേതൃത്വത്തിലുള്ള ഫിലിപ്പൻ 2ാമൻ ചക്രവർത്തിയുടെ സൈന്യം 1571 അടിച്ചമർത്തിയത് സ്പെയിനിലെ മുസ്ലിം ഗ്രാമങ്ങൾ മുഴുവനായും അഗ്നിക്കിരയാക്കിക്കൊണ്ടായിരുന്നു. 10,000-കണക്കിന് മൊറിസ്കോകൾ കൊല്ലപ്പെടുകയും സ്ത്രീകളും കുട്ടികളുമടക്കം 1000-കണക്കിന് ബന്ദികളെ അടിമച്ചന്തയിൽ വിറ്റ് അമേരിക്കയിൽ എത്തിക്കുകയും 100,000-ഓളം പേരെ കുടിയിറക്കി അഭയാർത്ഥികളാക്കി തീർക്കുകയും ചെയ്തുവെന്നതായിരുന്നു കലാപത്തിൻ്റെ ബാക്കി പത്രം. സ്പെയിനിൽ ബാക്കിയായ മുസ്ലിങ്ങൾ ഒന്നുകിൽ ക്രിസ്തുമതം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ രാജ്യം വിടുകയോ ചെയ്യണമെന്ന അവസാനത്തെ കൽപ്പനയുണ്ടാവുന്നത് 1609 ഫിലിപ്പ് 3-ാമൻ രാജാവിൻ്റെ കാലത്താണ്. ഈ കൽപ്പനയ്ക്ക് ശേഷം 1614 വരെയുള്ള കാലയളവിൽ 3 ലക്ഷത്തോളം മുസ്ലിങ്ങളെ പീഡിപ്പിച്ചും നിർബന്ധിച്ചും ക്രിസ്ത്യാനികളാക്കി തീർക്കുകയോ നാടുകടത്തുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് കണക്ക്. കുരിശ് യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ യൂറോപ്പിൽ പ്രചരിച്ച പ്രസ്റ്റർ ജോണിൻ്റെ കഥ മുസ്ലിങ്ങൾക്കെതിരെ പോരാടാൻ അവരെ പ്രേരിപ്പിച്ച മിത്തുകളിലൊന്നായിരുന്നു. നിരവധി സമ്മാനങ്ങളുമായി ഉണ്ണി യേശുവിനെ കാണാൻ വന്ന 3 ജ്ഞാനികളുടെ പിൻഗാമിയായ സമ്പന്നനും ശക്തനുമായ ഇന്ത്യൻ രാജാവ്, മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ ക്രൈസ്തവരെ സഹായിക്കുന്ന പുരോഹിതൻ, യൂറോപ്യൻ കുരിശ് യോദ്ധാക്കളുടെ ക്രൂരതയോടും
മനുഷ്യത്വമില്ലായ്മയോടും ഇസ്ലാമികമായ മാന്യതയും കാരുണ്യവും ഉപയോഗിച്ച് പ്രതികരിച്ച സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഖ്യാതി യൂറോപ്പിൽ പരന്നപ്പോൾ അതിന് സമാന്തരമായി വളർന്നൊരു ക്രിസ്ത്യൻ മിത്തായിരുന്നു യഥാർത്ഥത്തിൽ പ്രസ്റ്റർ ജോൺ. ഈജിപ്ത് പിടിച്ചടക്കുക എന്ന ലക്ഷ്യത്തോടെ നടന്ന 5ാം കുരിശ് യുദ്ധത്തെ അയ്യൂബിയുടെ മകനായ സുൽത്താൻ അൽ കാമിൽ ദയനീയമായി പരാജയപ്പെടുത്തിയതോടെ ഈ മിത്തിന് കൂടുതൽ പ്രചാരമുണ്ടായി. അത് കഴിഞ്ഞ് 1221 തിരിച്ചെത്തിയ ആക്രയുടെ ബിഷപ്പായിരുന്ന ജാക്കസ് ഡി വിട്രിയാഡ് ഈ മിത്തിന് യാഥാർത്ഥ്യമെന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്. സ്വർണം, വജ്രം, മറ്റു വിലപ്പെട്ട രത്നങ്ങൾ എന്നിവയുടെ കൂമ്പാരങ്ങളോടെയുള്ള അതിശയകരമായ സമ്പത്ത്, നിഗൂഢമായ രഹസ്യങ്ങൾ, അത്ഭുതകരമായ ജീവികൾ, ആകർഷകമായ പ്രകൃതി സൗന്ദര്യം, സുഗന്ധവിജ്ഞാനങ്ങളുടെ കലവറ എന്നിവയാൽ നിറഞ്ഞ ഏഷ്യയിലൊരു വിശാലമായ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയായ പ്രസ്റ്റർ ജോണും മക്കളും ക്രിസ്ത്യൻ ലോകത്തെ സഹായിക്കാൻ തയ്യാറാണെന്ന രീതിയിലുള്ള ജാക്കസ് ഡി വിട്രിയുടെ കഥകൾ മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്ത് തുടങ്ങിയവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഉദ്ദേശിച്ചു കൊണ്ടുള്ളതായിരുന്നുവെങ്കിലും ആ മിത്താണ് ജനമോഹികളായ യൂറോപ്യൻ നാവികരെ പിൽക്കാലത്ത് കോളനി നിർമ്മാണത്തിനുതകുന്ന കപ്പൽ യാത്രകൾക്ക് പ്രേരിപ്പിച്ചത്. പ്രസ്റ്റർ ജോണിൻ്റെ മകൻ ദാവീദിൻ്റെ സൈന്യം പേർഷ്യ കീഴടക്കി കഴിഞ്ഞുവെന്നും ബാഗ്ദാദിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും തന്നെ ജെറൂസലേം കീഴടക്കുമെന്നുമെല്ലാമെന്നായിരുന്നു അദ്ദേഹം യൂറോപ്യരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത്. ഈ കഥകളുടെ ഉൽപ്പത്തിയെയും പരിണാമത്തെയും കുറിച്ച് തൻ്റെ ദ റിയാം ഓഫ് പ്രസ്റ്റർ ജോൺ എന്ന കൃതിയിൽ റോബർട്ട് സിൽവർബർഗ് വിശദീകരിക്കുന്നുണ്ട്. കുരിശ് യുദ്ധങ്ങൾക്ക് ശേഷം റിക്കോൻകിസ്റ്റയോടൊപ്പം നടന്ന ഇന്ത്യയിലേക്കുള്ള സമാന്തര കടൽ മാർഗം തേടിയുള്ള യൂറോപ്യൻ യാത്രകൾക്ക് പിന്നിലുള്ള പ്രചോദനങ്ങളിലൊന്ന് ഭീമമായ സമ്പത്തും സൗകര്യങ്ങളുമായി തങ്ങളെ കാത്തിരിക്കുന്ന പ്രസ്റ്റർ ജോൺ ചക്രവർത്തിയെക്കുറിച്ച പ്രതീക്ഷയായിരുന്നു. 1492 ഓഗസ്റ്റ് 3 ക്രിസ്റ്റഫർ കൊളംബസ് സ്പെയിനിലെ പൈലോസ് ഡി ലാ ഫ്രോണ്ടറയിൽ നിന്നും 1497 ജൂലൈ 8 വാസ്കോഡഗാമ പോർച്ചുഗലിലെ ലിബ്സണിൽ നിന്നും ഇന്ത്യ ലക്ഷ്യമാക്കി പുറപ്പെട്ടത് പട്ടുപാതയിലൂടെയുള്ള സ്വർണത്തിൻ്റെയും സുഗന്ധവ്യഞ്ജനങ്ങളുടെയും വ്യാപാരത്തിൻ്റെ മുസ്ലിം കുത്തക തകർക്കുകയും ഇന്ത്യയിലെവിടെയോ ഉള്ള പ്രസ്റ്റർ ജോണിനെയോ പിൻഗാമികളുടെയോ പിന്തുണ നേടിയെടുത്ത് അതിലൂടെ കുരിശുയുദ്ധങ്ങളിലേറ്റ തിരിച്ചടികൾക്ക് മറുപടി നൽകുകയും ചെയ്യുകയെന്ന ലക്ഷ്യത്തോടെ തന്നെയായിരുന്നു. അന്തലൂസിലെ മുസ്ലിം ശാസ്ത്രജ്ഞന്മാർ വികസിപ്പിച്ചെടുത്ത ആസ്ട്രോലാബും കോമ്പസുമെല്ലാം പരിചയപ്പെട്ടത് യൂറോപ്യർക്ക് കപ്പൽ യാത്രകൾക്ക് പ്രചോദനവും സഹായകവുമായി തീർന്നു. സിൽക്ക് റോഡിൽ വ്യാപകമായിരുന്ന മുസ്ലിം സാന്നിധ്യം അവസാനിപ്പിക്കുകയും സ്വർണത്തിൻ്റെയും സുഗന്ധവ്യഞ്ജനങ്ങളുടെയും വ്യാപാര കുത്തക മുസ്ലിങ്ങളിൽ നിന്ന് കൈക്കലാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നടന്ന അധിനിവേശങ്ങളാണ് ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും പല പ്രദേശങ്ങളും യൂറോപ്യൻ നാടുകളുടെ കോളനികളാകുന്നതിൽ കലാശിച്ചത്. യൂറോപ്യൻ നാവിക മുന്നേറ്റങ്ങൾക്ക് രാഷ്ട്രീയ അധിനിവേശത്തോടൊപ്പം ക്രിസ്തുമത പ്രചാരണമെന്ന ലക്ഷ്യം കൂടിയുണ്ടായിരുന്നുവെന്ന വസ്തുത എല്ലാവർക്കും അറിയാവുന്നതാണ്. അധിനിവേശ കപ്പലുകളിൽ സൈനികർക്കും ആയുധങ്ങൾക്കുമൊപ്പം മിഷനറിമാർ കൂടെ ഉണ്ടായിരുന്നു. റോമൻ കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിലുള്ള ക്രിസ്തുമത പ്രചാരണം യൂറോപ്പിന് പുറത്തേക്ക് കടക്കുന്നത് ഈ നാവിക പര്യവേഷണങ്ങൾക്കൊപ്പമാണ്. സാമ്രാജ്യത്വ വികാസത്തിനുള്ള ന്യായം തന്നെ അത് ക്രിസ്തുമത പ്രചാരണത്തിന് സഹായകമാകുമെന്നതായിരുന്നു. സ്പാനിഷ് അധിനിവേശങ്ങൾക്കുള്ള മതപരമായ സാധൂകരണമായി ഉപയോഗിക്കപ്പെട്ടിരുന്നത് 1513 റെക്കമെൻഡാരിയോ വിളംബരമായിരുന്നു. ഈ ഭൂമി ഞങ്ങൾക്ക് തന്നത് കർത്താവാണെന്നും അതിനാൽ തങ്ങളെ ചെറുക്കാൻ ആർക്കും അവകാശമില്ലെന്നും എതിർക്കുന്നവരെ കൊല്ലാനും അടിമകളാകുവാനും സ്പെയിനിന് ദൈവദത്തമായ അവകാശമുണ്ടെന്നും പ്രഖ്യാപിക്കുന്ന ഈ വിളംബരം വായിച്ചുകൊണ്ടാണ് സ്പാനിഷ് അധിനിവേശക്കാർ തദ്ദേശീയരെ നേരിട്ടത്. കൊളോണിയലിസത്തിന്റെ ചിറകിലേറിയാണ് ക്രിസ്തുമതം ഒരു ലോകമതമായി മാറിയത് എന്നർത്ഥം. സ്പെയിനിനും പോർച്ചുഗലിനും ദൈവത്തിൻ്റെ ഭൂമിയെ കോളനികളാക്കാനായി വിഭജിച്ചു കൊടുത്തത് പോലും കത്തോലിക്ക സഭയാണ്. 1494 ജൂൺ 7 അവർ തമ്മിലുണ്ടാക്കിയ ടോർഡസില്ലാസ് ഉടമ്പടിക്ക് കാർമ്മികത്വം വഹിച്ചത് സഭയാണ്. അലക്സാണ്ടർ 6 മാർപ്പാപ്പ 1493 മെയ് 4 പുറപ്പെടുവിച്ച ഇന്റർ കായേറ്ററ എന്ന ഉത്തരവാണ് ഈ ഉടമ്പടിക്ക് നിമിത്തമായത്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ കേപ്പ് വെർഡെ ദ്വീപ് സമൂഹത്തിൽ നിന്ന് ഒരു കാൽപ്പനിക രേഖ വരക്കുകയും ഈ രേഖയുടെ പടിഞ്ഞാറുള്ള പ്രദേശങ്ങൾ സ്പെയിനിനും കിഴക്കുള്ള പ്രദേശങ്ങൾ പോർച്ചുഗലിനും അധീശപ്പെടുത്താനുള്ള അധികാരം നൽകുകയും ചെയ്തതായിരുന്നു ഉത്തരവ്. ഉത്തരവിനോടനുബന്ധിച്ച് നടന്ന അധിനിവേശങ്ങളെയും
അവയെ ന്യായീകരിക്കുകയും നിലനിർത്തുകയും ചെയ്ത മിഷണറിമാരെയും കുറിച്ച് വിശദമായി മനസ്സിലാക്കുവാൻ ക്രിസ്ത്യൻ ചരിത്രകാരനായ ബിഷപ്പ് സ്റ്റീഫൻ നീലൻ്റെ കൊളോണിയലിസം ആൻഡ് ക്രിസ്ത്യൻ മിഷൻസ് എന്ന പുസ്തകം വായിച്ചാൽ മതിയാകും. ഒരു വശത്ത് ക്രൈസ്തവ രാജാക്കന്മാരുടെ നേതൃത്വത്തിൽ അധിനിവേശം നടക്കുമ്പോൾ മറുവശത്ത് അതിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് സുവിശേഷം ഭൂമിയിൽ മുഴുവനും എത്തിക്കാനുള്ള പരിശ്രമങ്ങളും ക്രിസ്തുമത പണ്ഡിതന്മാർ നടത്തി. 1534 ഓഗസ്റ്റ് 15 പാരീസിൽ വെച്ച് ഇഗ്നേഷ്യസ് ലയോള എന്ന കത്തോലിക്ക പുരോഹിതൻ രൂപം നൽകിയ ജെസ്യൂട്ട് ഓർഡർ എന്ന സംഘടനയുടെ ദൗത്യം അധിനിവേശം നടക്കുന്ന നാടുകളിൽ ക്രിസ്തുമത പ്രചാരണം കൂടി നടത്തുക എന്നതായിരുന്നു. രൂപീകരണം കഴിഞ്ഞ് ഒരു നൂറ്റാണ്ടിനുള്ളിൽ തന്നെ ലോകത്തിലെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിലും മിഷനറി പ്രവർത്തനങ്ങളിൽ നിരതരായ ജെസ്യൂട്ട് പാതിരിമാരുടെ സാന്നിധ്യമുണ്ടായി. 16-ാം നൂറ്റാണ്ടിൽ മുഗൾ ഭരണകാലത്തു തന്നെ ജെസ്യൂട്ട് പാതിരിമാർ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ക്രിസ്തുമതത്തിൻ്റെ അടിസ്ഥാന പ്രമാണം ബൈബിളാണെന്നും പോപ്പിനോ പുരോഹിതന്മാർക്കോ മതപരമായ നിയമനിർമ്മാണാധികാരമില്ലെന്നും വാദിച്ചുകൊണ്ട് 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലുണ്ടായ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം കത്തോലിക്കർക്കെതിരായ ആശയസമരത്തിലാണ് ആദ്യകാലത്ത് ശ്രദ്ധയൂന്നിയതെങ്കിലും പിന്നീട് മറ്റുള്ളവരിലേക്കുമുള്ള മതപ്രചാരണത്തിലേക്ക് നീങ്ങി. 1450 ജർമ്മനിക്കാരനായ ജോഹന്നാസ് ഗുട്ടൻബർഗ് ഉണ്ടാക്കിയ അച്ചടി യന്ത്രത്തിൻ്റെ സാധ്യതകൾ ഏറ്റവും നന്നായി ഉപയോഗിച്ചുകൊണ്ട് തൊട്ടടുത്ത നൂറ്റാണ്ടിൽ ജർമ്മൻകാരൻ തന്നെയായ മാർട്ടിൻ ലൂതറും അനുയായികളും നടത്തിയ മാധ്യമ സമരമാണ് പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം എന്ന് പറയാറുണ്ട്. ആദ്യം കത്തോലിക്കർക്കെതിരെയും പിന്നീട് മറ്റു മതങ്ങൾക്കെതിരെയുമുള്ള പ്രസിദ്ധീകരണങ്ങൾ വഴിയാണ് പ്രൊട്ടസ്റ്റന്റ് മിഷനറി പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോയത്. ഈ ലേഖനം തുടരും.